കടന്നൽ കുത്തേറ്റ് മരണം വരെ സംഭവിക്കാമെന്ന ഞെട്ടിക്കുന്ന വസ്തുത അടുത്തിടെയായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ അലർജി പ്രതിപ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ മരണകാരണമാകുന്നത്. കടന്നലുകൾ കുത്തുമ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് ഒരു തരം വിഷം പുറത്തുവിടുന്നു. ശരീരം സ്വാഭാവികമായും വിഷത്തെ പ്രതിരോധിക്കും. ഇത് ശ്വാസതടസ്സം, ശബ്ദം നഷ്ടപ്പെടൽ, നെഞ്ചിൽ വീക്കം, ഛർദി എന്നിവയ്ക്ക് കാരണമാകും. കൂടാതെ വിഷം ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനത്തെ പോലും ബാധിച്ചേക്കാം. പൊതുവെ ആരോഗ്യമുള്ളവരിൽ ചെറിയ കടന്നൽ കുത്തലുകൾ അപകടമല്ലായിരിക്കാം. എന്നിരുന്നാലും അലർജിയും മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവരിൽ ഇത് മരണത്തിലേക്ക് നയിച്ചേക്കാം. കടന്നൽ നിങ്ങളെ ആക്രമിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക എന്നതാണ്. കടന്നലുകൾ പലപ്പോഴും കൂട്ടമായി ആക്രമിക്കും. ആദ്യം നിങ്ങളുടെ മുഖത്തെയും തലയെയുമാണ് അവ ലക്ഷ്യം വയ്ക്കുക. നിങ്ങളുടെ തലയും മുഖവും ചാക്കുകളോ കട്ടിയുള്ള വസ്ത്രങ്ങളോ ഉപയോഗിച്ച് മൂടുക. കാറുകൾ പോലുള്ള അടച്ച വാഹനങ്ങൾക്കുള്ളിലും നിങ്ങൾക്കിരിക്കാം. ജനാലകൾ അടയ്ക്കാൻ മറക്കരുത്. ഒരു കടന്നൽ കുത്തിയാൽ കുത്തേറ്റ ഭാഗം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകണം. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് ഇവിടെ കുറച്ച് ഐസ് ക്യൂബുകൾ അമർത്തുന്നത് നല്ലതാണ്. ചില ആളുകളിൽ കുത്തേറ്റതിന് 12 മണിക്കൂറിന് ശേഷം മാത്രമേ ആരോഗ്യം വഷളാകൂ. ആളുകൾ കുത്തേറ്റ ഭാഗത്ത് മഞ്ഞൾ, തേൻ എന്നിവ പുരട്ടുന്നത് സാധാരണമാണ്. എന്നിരുന്നാലും ഇതിന് ശാസ്ത്രീയമായ പിന്തുണയില്ല. കുത്തേറ്റ ഭാഗത്ത് തേനീച്ചയുടെ കൊമ്പുണ്ടെങ്കിൽ അത് ശ്രദ്ധയോടെ എടുത്തു മാറ്റണം. ഫോർസെപ്സ് ഉപയോഗിക്കരുത്. ഫോർസെപ്സ് ഉപയോഗിച്ചാൽ വിഷസഞ്ചിയിൽ നിന്നും കൂടുതൽ വിഷം ശരീരത്തിലേക്ക് പ്രവേശിക്കും. കുത്ത് നിങ്ങളുടെ കാലുകളിലോ കൈകളിലോ ആണെങ്കിൽ വീക്കം കുറയ്ക്കുന്നതിന് അത് ഉയർത്തിവെക്കുക. വേദനയോ ചൊറിച്ചിലോ കുറയ്ക്കാൻ കലാമിൻ ലോഷൻ പുരട്ടുകയും ഇബുപ്രോഫൈൻ കഴിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഡോക്ടർ അംഗീകരിച്ച മരുന്ന് മാത്രം നിങ്ങൾ കഴിക്കുക. ഗുരുതരമായ പ്രതികരണങ്ങൾ ഉണ്ടായാൽ സ്വയം ചികിത്സ നടത്തരുത്. രോഗിയെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.